UK NHS നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണോ? ഒരുപാട് വർഷമായിട്ട് സെയിം ബാൻഡിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നവരാണോ? ഒരു പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ബാൻഡ് 3ൽ നിന്ന് ബാൻഡ് 4ലോട്ടോ, ബാൻഡ് 4ൽ നിന്ന് ബാൻഡ് 5ലോട്ടോ, ബാൻഡ് 5ൽ നിന്ന് ബാൻഡ് 6ലോട്ടോ, ബാൻഡ് 6ൽ നിന്ന് ബാൻഡ് 7ലോട്ടോ? അടുത്തൊരു കരിയറിന്റെ ലാഡർ സ്റ്റെപ്പ് കയറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? എവിടെ നിന്ന് തുടങ്ങണം? എപ്പോൾ പ്രിപ്പയർ ചെയ്യണം? ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യും? എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുവോ? ഇന്റർവ്യൂവിന് എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രൊമോഷൻ എന്നത് വേക്കൻസി ഔട്ട് ആകുന്ന ദിവസം തുടങ്ങുന്ന പ്രോസസ് അല്ല. വേക്കൻസി വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യണം. എനിക്ക് എൻ്റെ വാർഡ് മതി, ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് വേണ്ട, ഇന്റർവ്യൂ എനിക്ക് പറ്റില്ല, ഇംഗ്ലീഷ് ഞാൻ കൂട്ടിയാ കൂടില്ല, ഇങ്ങനെ നമ്മളെ തന്നെ സ്റ്റോപ്പ് ചെയ്യരുത്. അടുത്തത്, ഏത് രീതിയിലുള്ള റോളാണെന്ന് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. ക്ലിനിക്കൽ സൈഡ് വേണോ? മാനേജ്മെന്റ് സൈഡ് വേണോ? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റിയിലോട്ട്, ടിഷ്യൂ വൈബിലിറ്റി പോലുള്ള സ്പെഷ്യാലിറ്റിയിലോട്ട് മാറും. അഡ്വാൻസ് പ്രാക്ടീസിലാണോ? റിസർച്ചിലാണോ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഫീൽഡിലാണോ? അല്ലെങ്കിൽ പേഷ്യന്റ് ഫ്ലോയിലാണോ നിങ്ങൾ ഇൻട്രസ്റ്റ്? എല്ലാവരും ഒരേ ലാഡർ തന്നെ കയറണമെന്നില്ല. യുവർ കരിയർ ലാഡർ ഷുഡ് മാച്ച് യുവർ സ്ട്രെങ്ത് ആൻഡ് യുവർ ഇൻട്രസ്റ്റ്. അതിനുശേഷം നിങ്ങളുടെ കറന്റ് റോഡിൽ നിന്ന് തന്നെ എവിഡൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എടുക്കുക. അത് ബെഡ് സൈഡിലാണെങ്കിൽ പോലും ഓഡിറ്റ്സിന് ഷാഡോ ചെയ്ത് തുടങ്ങുക. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുകയോ ചെയ്യുക. സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം MDT ടീംസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. സീനിയർ സ്റ്റാഫ് നഴ്സുമാരെ നമ്മുടെ സ്വന്തം അവേഴ്സ് ഉപയോഗിച്ച് ഷാഡോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇന്റർവ്യൂവില് അവർ ചോദിക്കുന്നത് വാട്ട് വുഡ് യു ഡു എന്നതിനേക്കാൾ വാട്ട് ഹാവ് യു ഓൾറെഡി ഡൺ എന്നതാണ്. അടുത്തൊരു വേക്കൻസി വരാൻ വേണ്ടി കാത്തു നിൽക്കരുത്. പ്രിപ്പയർ ബിഫോർ ദ ഓപ്പർച്യൂണിറ്റി കംസ്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ബാൻഡ് പ്രൊമോഷൻ പ്രിപ്പറേഷൻ, സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്, ഷോർട്ട് ലിസ്റ്റിംഗ്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, ലീഡർഷിപ്പ് കോഴ്സസ്, ലീഡർഷിപ്പ് എക്സാമ്പിൾസ്, കോമൺ മിസ്റ്റേക്ക്, അങ്ങനെ എല്ലാം UK നഴ്സിംഗ് കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. നമ്മുടെ OET പ്രിപ്പയർ ചെയ്ത് CBT എഴുതി OSCE കംപ്ലീറ്റ് ചെയ്തതിന്റെ ഒരു 10% എഫേർട്ട് പോലും ഒരു ബാൻഡ് പ്രൊമോഷന് നമുക്ക് വേണ്ട. കംഫർട്ട് സോണിൽ കരിയർ വളരില്ല. സ്റ്റെപ്പ് ഔട്ട്, പ്രിപ്പയർ, അപ്ലൈ ആൻഡ് പ്രോഗ്രസ്. അറിവിന്റെ പ്രകാശം പരക്കട്ടെ.